Hi guys, welcome back to my channel. If you're new to my channel, my name is Namita. I'm a flight attendant and I travel the world to make a living. Welcome to another video. ഇന്നത്തെ വീഡിയോ ഞാൻ എന്റെ വീടിനെ കുറിച്ച് പറയല്ല, അല്ലെങ്കിൽ ഞാൻ എന്റെ ജോലിനെ കുറിച്ച് പറയല്ല, സൗരിനെ കുറിച്ച് പറയല്ല. ഓക്കെ, മേ ബി സൗര കുറച്ച് ഇൻക്ലൂഡഡ്, പക്ഷെ എക്സാക്ട്ലി സൗരിനെ കുറിച്ചല്ല പറയുന്നത്, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. ഞാൻ ഇന്നങ്ങ് സംസാരിക്കാൻ പോവാ, മനസ്സ് തുറന്നങ്ങ് സംസാരിക്കാൻ പോവാ. എനിക്ക് തോന്നുന്നതിന് മിക്ക ഷോർട്സ് ഒക്കെ കാണാൻ നേരത്തെ ആൾക്കാർ എന്നോട് പറയുന്ന കാര്യമാണ് എന്റെ സംസാരം ഇഷ്ടമാണ്, എന്റെ ടോക്കിംഗ് സ്റ്റൈൽ ഇഷ്ടമാണ് എന്നൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ സംസാരിച്ച് പൊളിക്കാൻ നിന്ന്. ഇപ്പൊ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഞാൻ എന്റെ ദുബായിലത്തെ വീട്ടിലല്ല, ഞാൻ എന്റെ ലേബറിനൊന്നും പോയേക്കല്ല. ഞാനാണെങ്കിൽ എന്റെ വീട്ടിലാണ്, നാട്ടിലെ എന്റെ സ്വന്തം വീട്ടില്. എനിക്കാണെങ്കിൽ ഞാൻ ആക്ച്വലി ഇന്നലെ ദുബായിൽ ലാൻഡ് ചെയ്തേ ഉള്ളൂ. എനിക്ക് ഇന്നലെ ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ആ ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലൈറ്റും ബിറ്റ്വീൻ ആയിട്ട് എനിക്ക് 3 days ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ വേഗം ഒന്ന് നാട്ടിലേക്ക് വരാമെന്ന്. കാരണം കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട്. അതിനെ കുറിച്ച് ഞാൻ പറയാം. സത്യം പറയാമല്ലോ, മിക്ക മലയാളികളും ഇപ്പൊ എന്നെ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്റെ ബിൽഡിങ്ങിലെ ചില കുട്ടികളൊക്കെ എന്നെ കാണാൻ നേരത്തെ ഹായ് പറയാറുണ്ട് ഇപ്പം. പിന്നെ ഞാൻ ഇന്നലെ ഫ്ലൈറ്റിലോട്ട് വരാൻ നേരത്തെ ഈ സ്മാർട്ട് ഗേറ്റിന്റെ അവിടെ 2 കുട്ടികളുണ്ടായിരുന്നു. ഞാൻ സത്യത്തിൽ വിചാരിച്ച അറബികളാണ്, പക്ഷെ 2 മലയാളി സുന്ദരി കുട്ടികള്. അവരെന്നോട് ഹായ് പറഞ്ഞു. പിന്നെ ഗേറ്റിന്റെ അവിടെ ഇരിക്കാൻ നേരത്തെ ഒരാളെ കണ്ടു, ലൗഞ്ചിന്റെ അവിടെ ഇരിക്കാൻ നേരത്തെ ഒരാളെ കണ്ടു, ലാൻഡ് ചെയ്ത് കഴിയാൻ നേരത്തെ ഒരാളെ കണ്ടു. സോ ഐ ആക്ച്വലി ഫീൽ റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. ആൻഡ് താങ്ക്ഫുള്ളി നിങ്ങളെല്ലാം കാരണം ഞാൻ 100K അടിച്ചു. എനിക്ക് ആ പ്ലേ ബട്ടന്റെ മറ്റൊരു സിൽവർ പ്ലേ ബട്ടന്റെ വേണ്ടിയിട്ടുള്ള ഒരു ഇമെയിൽ വന്നിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി ഐ ഷുഡ് ഗെറ്റ് ഇറ്റ് ഇൻ നെക്സ്റ്റ് 2-3 weeks. ലെറ്റ്സ് സീ. ബട്ട് താങ്ക് യു. യാ, സോ ഞാൻ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നതിന്റെ റീസൺ എന്റെ കല്യാണത്തിന്റെ ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ഓ ദുബായിൽ ബ്ലൗസുടെ ഒന്നുമില്ല ബ്ലൗസ് തയ്ക്കാനായിട്ട്. സത്യം പറഞ്ഞ എന്റെ കല്യാണം ഇസ് നെക്സ്റ്റ് മന്ത്. ഞാൻ March 20th കല്യാണം കഴിക്കാൻ പോകുന്നത്. ആൻഡ് March 20th കല്യാണം കഴിക്കാൻ പോവാ. ഇപ്പൊ ഓൾറെഡി ഫെബ് മിഡ്വേ ആയി. ഇനിയിപ്പം ഞാനാണെങ്കിൽ ദുബായിൽ, സത്യം പറഞ്ഞാൽ ദുബായിൽ ഞാൻ സാരി ഒന്നും എടുക്കാറില്ല, ഞാൻ ചുരിദാർ ഒന്നും ഇടാറില്ല. നിങ്ങൾ എന്റെ വീഡിയോസ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും. ഞാൻ അങ്ങനെ ഇന്ത്യൻ അറ്റയർ അധികം ഇടാറില്ല, ഇടുന്ന കൂട്ടത്തിലും അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ജ്ഞാനമൊന്നുമില്ല. എനിക്ക് എവിടെ ഇത് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ എവിടെ ശരിക്കും ചെയ്തു തരും. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് കടയിലൊക്കെ ചോദിച്ചു. ഉടനെ അവര് പറഞ്ഞു ബ്രൈഡൽ ബ്ലൗസ് ഒക്കെ ആണെങ്കിൽ ഇവിടെ അത് സ്റ്റിച്ച് ചെയ്യത്തില്ല, ബ്രൈഡൽ ബ്ലൗസിന് വേറെ അടുത്ത് പോകണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ നേരത്ത് പിന്നെ ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് നോട്ട് സ്ട്രെസ്ഡ്. പക്ഷെ എന്നാലും ലൈക്ക് സമയം പോവാ. എനിക്കാണെങ്കിൽ ലൈക്ക് എന്റെ കല്യാണം അടുത്ത മാസം, ഇത്രയും ദിവസമായിട്ട് ഞാൻ സാരിയുടെ ബ്ലൗസ് തയ്ച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ ലൈക്ക് ചില സമയത്ത് നമ്മൾ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമല്ലാണ്ടാവും, എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യിപ്പിക്കേണ്ടി വരും. അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഫേസ് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ച് ലൈക്ക് ഐ വോണ്ട് ടു ലൈക്ക് ഫിനിഷ് ഇറ്റ് ഓഫ് ഇപ്പൊ തന്നെ, സോ ദാറ്റ് ഐ എം ഫ്രീ ഓഫ് എന്താ പറയാ ഇങ്ങനത്തെ കാര്യം എന്റെ ചെക്ക് ലിസ്റ്റിൽ നിന്ന് കട്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. സോ 3 ദിവസം അവധി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അറിയുന്ന ഇവിടെ ഒരു ചേച്ചിയുണ്ട്, മായ ചേച്ചി എന്ന് പറയുന്നത്. മായ ചേച്ചിയുടെ അടുത്ത് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അമ്മയും പറഞ്ഞു ലൈക്ക് കേസ് എന്തെങ്കിലും പ്രശ്നം പറ്റി പിന്നെ ബ്ലൗസ് തപ്പി പോകുന്നതിലും ഭേദം നമുക്ക് അറിയുന്ന ഒരെണ്ണത്തിൽ കൊടുക്കാമെന്ന്. സോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ ഓക്കെ 3 ദിവസം അവധിയുണ്ട്. എന്തെന്നാലും അമ്മയ്ക്ക് നാട്ടിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം അമ്മയ്ക്ക് എല്ലാവരും ഇൻവൈറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ 3 ദിവസം എനിക്ക് അവധിയും കൂടെ ഉള്ളതുകൊണ്ട് നാട്ടിൽ പോയി ജസ്റ്റ് ഇതൊന്ന് തീർത്തിട്ട് തിരിച്ചു കയറി വരാമല്ലോ എന്ന്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സത്യത്തിൽ നാട്ടിൽ വന്നത്. പിന്നെ ലൈക്ക് കല്യാണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദർ ആർ സോ മെനി തിങ്സ്. ഓക്കെ, നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഓരോ ആൾക്കാർ കല്യാണം കഴിക്കാൻ നേരത്തെ ഓക്കെ ഈ കുട്ടിയും കല്യാണം കഴിച്ചു പോയി, ഈ കുട്ടിയും കല്യാണം കഴിച്ചു പോയി, ഈ കുട്ടി ഇങ്ങനെ നമ്മൾ കാണുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ഫോട്ടോസ് കണ്ട് ലൈക്ക് അടിച്ചു വിടുക, അല്ലെങ്കിൽ ഫോട്ടോസ് കണ്ട് കോമന്റ് അടിക്കുക, അല്ലെങ്കിൽ വീഡിയോ കാണുക, ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ ഇരുന്ന് നോക്കാൻ നേരത്ത് ലൈക്ക് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാ നടക്കുന്നത്, ഈ കല്യാണം എത്ര കഷ്ടപ്പെട്ടായിരിക്കും അവർ നടത്തി, അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്, ലൈക്ക് ഓൾ ദീസ് തിങ്സ്. എന്റെ ദൈവമേ, ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് സത്യം പറഞ്ഞ് ഞാനും എല്ലാരെയും പോലെ തന്നെ ഇതൊക്കെ കാണുക, ലൈക്ക് അടിച്ചു വിടുക, കൺഗ്രാറ്റ്സ് അടിക്കുക, വിടുക, ഇങ്ങനെ അങ്ങ് പോവാണ്. പക്ഷെ എന്നാലും നൗ ദാറ്റ് ഞാൻ ആ ഒരു സ്റ്റേജിൽ വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പാത്തിൽ കൂടെ പോകുന്നത് കൊണ്ട് എനിക്കറിയാം ഈ കല്യാണത്തിൽ ഇപ്പൊ എന്തൊക്കെയാ, എന്റെ ദൈവം തമ്പുരാന്റെ എന്തൊക്കെ കാര്യങ്ങളാ. കല്യാണത്തിനെ കുറിച്ച് ഞാൻ വരാം. കല്യാണത്തിന്റെ ചെലവുകളും അല്ലെങ്കിൽ കല്യാണത്തിന് എന്തൊക്കെ ഇപ്പം ചെയ്ത് വെച്ചേക്കുന്നതിനെ കുറിച്ചൊന്നൊക്കെ ഞാൻ പറയാം. തുടക്കത്തിൽ ലൈക്ക് വെൻ ഐ ടോൾഡ് മൈ മോം ആൻഡ് ഡാഡ് അബൌട്ട് സൗരു, അവര് സമ്മതിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്ത് എനിക്കാണെങ്കിൽ ആകെ മൊത്തം ചമ്മലായിരുന്നു. ലൈക്ക് ആൾക്കാരോട് പറയാൻ ദാറ്റ് ഐ എം ഗെറ്റിംഗ് മാരിഡ്. ലൈക്ക്
നമ്മളത് പറഞ്ഞ് വി നോട്ട് യൂസ് ടു ഇറ്റ്. സോ പെട്ടെന്ന് അതിനെ കുറിച്ചൊക്കെ പറയാൻ നേരത്ത് എനിക്ക് ആദ്യം ഭയങ്കര ചമ്മലായിരുന്നു. പിന്നെ ഞാൻ എനിക്കറിയത്തില്ല നിങ്ങൾ എന്റെ ഷോർട്സ് ഒക്കെ കണ്ടോന്ന, അതിൻ്റെ അകത്ത് ഞാൻ എന്താ കസിൻസിനൊക്കെ ആണെങ്കിൽ ഡ്രസ്സ് വാങ്ങുന്ന ഒരു ചടങ്ങുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കല്യാണത്തിന് ആ ഡ്രസ്സ് വാങ്ങാൻ പോകുന്ന നേരത്തൊക്കെ പുറമേ ഞാനിങ്ങനെ ചിരിച്ചാ നല്ലതായി നമുക്ക് പാം ഇങ്ങനൊക്കെ പറയും. പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കങ്ങ് എന്താ പറയാ, ലൈക്ക് യുനോ ഞാനാണോ ബ്രൈഡ്, എന്റെ കല്യാണം ആണോ, അല്ലെങ്കിൽ ലൈക്ക് എന്താ പറയാ, ലൈക്ക് എനിക്കങ്ങ് ചമ്മൽ ആൾക്കാരോട് പറയാൻ പറ്റുന്ന ഐ എം ഗെറ്റിംഗ് മാരിഡ്. ലൈക്ക് ഒബ്വിയസ്ലി ഐ എം പ്രൗഡ് അബൌട്ട് ഇറ്റ്. ലൈക്ക് എന്നാലും ഈ ഉടുപ്പ് വാങ്ങാൻ പോകുന്ന നേരത്തൊക്കെ ലൈക്ക് യുനോ കല്യാണ പെണ്ണ് കൂടെ പോയി ഇങ്ങനെ ഉടുപ്പ് ആയിരുന്നു. എനിക്കറിയത്തില്ല ഇത് എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണോന്ന്. പക്ഷെ എന്നാലും ലൈക്ക് ഓൾ ഓഫ് എ സഡൻ വെൻ യു ബിക്കം ദ ബ്രൈഡ് റൈറ്റ്, ഇതൊക്കെ പറയാനൊരു എന്തോ പോലെ. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ച് മാസമായി, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നു, ആ ചടങ്ങ് തീർത്തു. ഇനിയും എല്ലാരോടും പറഞ്ഞ് ഇൻവിറ്റേഷൻ അടിച്ചു. ഇൻവിറ്റേഷൻ ഒക്കെ അടിക്കാൻ നേരത്ത് അച്ഛനോട് ചോദിക്കും മോളെ എന്താ അടിക്കണ്ടേ. അപ്പോഴും ഞാൻ വിചാരിക്കും അയ്യോ ഇറ്റ്സ് ഹാപ്പനിങ്, ലൈക്ക് ഐ എം ഗെറ്റിംഗ് മാരിഡ് എന്നുള്ള ഒരു രീതിയിൽ. പക്ഷെ ഇപ്പം ലൈക്ക് ഇഫ് യു ആസ്ക് മീ നൗ am I ready for this marriage എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ ഇഫ് ഐ എം റെഡി ടു ബി എ വൈഫ്. പക്ഷെ I'm happy, അല്ലെങ്കിൽ എന്താ പറയാ, ലൈക്ക് ഐ എം റെഡി ടു ബി വിത്ത് സൗരു. ലൈക്ക് ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ് മേക്സ് സെൻസ്. കല്യാണം കഴിച്ച് ഭാര്യ ആകുമ്പോൾ ലൈക്ക് ദർ ആർ സോ മെനി റെസ്പോൺസിബിലിറ്റീസ്, അതിലേക്ക് ഞാൻ വരാം. പക്ഷെ ഇഫ് യു ആസ്ക് മീ ഇഫ് ഐ എം റെഡി ഫോർ ദിസ് മാരേജ്, ഐ എം റെഡി ടു ബി എന്താ സൗരൂന്റെ കൂടെ ഫുൾ ടൈം നിൽക്കുക, പുറത്തു പോവുക, കളിക്കുക, ചിരിക്കുക, ലൈക്ക് ഐ എം റെഡി ഫോർ ഓൾ ദാറ്റ്. പിന്നെ എനിക്ക് തോന്നുന്നു ബാക്കി ആ ഒരു എനിക്ക് തോന്നുന്നു ഇപ്പൊ എനിക്ക് ചമ്മലില്ലാണ്ട് ഈ കല്യാണ പെൺ വൈബ് ആ ഒരു ചമ്മലില്ലാണ്ടിരിക്കുന്ന ഇപ്പൊ പോലെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ലൈക്ക് വൈഫ് ആയി കഴിഞ്ഞിട്ട് ഐ മൈറ്റ് ഗെറ്റ് യൂസ് ടു ഇറ്റ്. പക്ഷേ ഇഫ് ഐ എം ബീങ് റിയലി ഓണസ്റ്റ്, ഞാൻ പറയാം എന്റെ സത്യത്തിലുള്ള ടെൻഷൻ എന്താന്ന്, അല്ലെങ്കിൽ വൈഫ് ഡ്യൂട്ടീസ് എന്നൊക്കെ പറയാൻ നേരത്തെ ഐ ടെൽ യു. ഓക്കെ, എനിക്ക് രാവിലെ എണീറ്റ് എന്താ ഇപ്പൊ എനിക്കൊന്ന് ഞാൻ ഈ ഒരു എന്താ എയർ ഹോസ്റ്റസ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഫ്ലൈറ്റ് അറ്റൻഡന്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴാണ് ഞാൻ ഉറങ്ങുന്നത്, എനിക്ക് എപ്പോഴാണ് ഞാൻ എണീക്കുന്നത്, കോഴി എപ്പോഴാണ് കൂവുന്നത്, ഇതൊന്നും എനിക്ക് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ അറിയത്തില്ല. മിക്ക സമയം കോഴി കൂവി കോഴി കിടന്നുറങ്ങി കോഴി രണ്ടാമത്തെ പ്രാവശ്യം കൂവുമ്പോഴാണ് ഞാൻ സത്യത്തിൽ എണീക്കുന്നത്. കാരണം ലൈക്ക് എന്റെ ആ ഒരു എന്താ പറയാ ഫ്ലൈറ്റ്സ് ഒക്കെ കാരണം ഞാൻ അങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പൊ കല്യാണം കഴിച്ചിട്ട് ദൈവമേ, ഞാനാണെങ്കിൽ എന്താ സൗരന്റെ വീട്ടിൽ ചെന്നിട്ട് രാവിലെ എണീറ്റിട്ട് 6 മണിയൊക്കെ ആകുമ്പോ ഞാൻ ഇനി ദൈവമേ രാവിലെ എണീറ്റ് ഈ ചന്ദനമഴ സീരിയലിലൊക്കെ കാണുന്ന പോലെ രാവിലെ എണീറ്റ് കുളിച്ച് സാരിയൊക്കെ ഇട്ട് താലിമാലയൊക്കെ ഇട്ട് ചന്ദനമൊക്കെ തൊട്ട് അടുക്കള കയറാൻ നേരത്ത് എന്നോട് എന്റെ സൗരന്റെ അച്ഛനും അമ്മയും ഇപ്പൊ എന്നോട് പറയാ, മോളുടെ കൈപ്പുണ്യം എന്ന് നോക്കാം, മോൾ ഇന്നൊരു ഇഡലിയും കടലയും ഉണ്ടാക്കും, ഇങ്ങനൊക്കെ പറഞ്ഞ് എന്റെ ദൈവം. എനിക്ക് സത്യം പറഞ്ഞുകൊണ്ടില്ല, ഇഡലിയും കടലയുടെ സ്പെല്ലിംഗ് അറിയാം, പക്ഷെ അതെങ്ങനെ ഉണ്ടാക്കണ്ടേ, അല്ലെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ഇതിനാലൊന്നും എനിക്ക് അറിയത്തില്ല. സൗരു എന്നോട് പറഞ്ഞു, നമ്മി രാവിലെ എണീക്കുമ്പോൾ തന്നെ എനിക്കൊരു ചായ വേണം. എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ലൈക്ക് എല്ലാരും ഉണ്ടാക്കുന്ന ചായ ഡിഫറെന്റ് അല്ലേ. ഇപ്പം എന്റെ ചേട്ടനും എന്റെ അച്ഛനും എന്റെ അമ്മയും ഒക്കെ ഭയങ്കര ചായ ആൾക്കാരാണ്. ഞാൻ ചായ കുടിക്കാറില്ല, ഞാൻ കാപ്പി കുടിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര കടുപ്പം വേണം, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചാണോ ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ എന്താ കാർഡമം ഇട്ടാണോ, ലൈക്ക് ഇതിനെ കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്തായാലും ലൈക്ക് വെൻ യു തിങ്ക് അബൌട്ട് ഇറ്റ്, ദൈവമേ കല്യാണം കഴിച്ചിട്ട് ഈ ലൈക്ക് നമുക്കൊന്നും കല്യാണം കഴിച്ച ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ഞാൻ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ മിക്ക ആൾക്കാരും ഇങ്ങനെ ഫസ്റ്റ് ടൈം ബ്രൈഡ് ആവുന്ന, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം വൈഫ് ആവുന്ന ഒരു കുട്ടിക്ക് നമുക്ക് ഈ സീരിയലിലൊക്കെ കണ്ടിട്ടുള്ള പരിചയമേ ഉള്ളൂ. അല്ലെങ്കിൽ ചില സമയം സീരിയലിന്റെ അകത്ത് ഈ അമ്മായിയമ്മ പോരൊക്കെ കാണും, അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുക ഐശ്വര്യമായിട്ട്, ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ മരുമോളുടെ വക, ഇങ്ങനൊക്കെ പറഞ്ഞ് എന്റെ ദൈവമേ സത്യം പറഞ്ഞുകൊണ്ടല്ലോ ലൈക്ക് ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് എന്റെ ടെൻഷൻ. അവരുടെ അമ്മയ്ക്കാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് സൗരുവിന്റെ അമ്മ ഉള്ളതാണ് എന്റെ ഏറ്റവും വലിയ സമാധാനം. ഞാനൊരു പ്രാവശ്യം സൗരുവിന്റെ അമ്മയുടെ കൂടെ പുറത്തു വന്നിരുന്നത് ഞാനിങ്ങനെ സൗരുവിന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായി, എന്താ ഞാനാണെങ്കിൽ സീരിയലിന്റെ അകത്തൊക്കെ ഈ അമ്മായിമ്മ പോരും ഇതൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനൊക്കെ ആയിരിക്കുമോ എന്താ എന്ന് പറഞ്ഞു. മോളെ ഇതൊക്കെ സീരിയലാണ്, ഇങ്ങനൊന്നും നടക്കത്തൊന്നും ഇല്ല. പ്രത്യേകിച്ച് സൗരുവിന്റെ അമ്മ ചില്ലാണ്. എനിക്ക് അക്കാര്യത്തിൽ ഞാൻ കുറച്ച് ലക്കിയാണെന്ന് തോന്നുന്നു. സൗരന്റെ അമ്മ എപ്പോഴും എന്നെ വിളിക്കും, സൗരന്റെ അച്ഛൻ എപ്പോഴും എന്നെ വിളിക്കും. സോ താങ്ക്ഫുള്ളി ടച്ച് വുഡ് അക്കാര്യത്തിൽ ഐ എം റിയലി ഹാപ്പി. സോ സത്യം പറഞ്ഞ ഐം നോട്ട് സ്കെയർഡ് ടു ഗോ ടു സൗരസ് ഹൗസ്. എനിക്ക് എല്ലാരെയും അറിയാം, സൗരന്റെ കുടുംബത്തിലെ എല്ലാരെയും അറിയാം. ഐ മീൻ എല്ലാരും അല്ല, പക്ഷെ ഒരുവിധം ഒരു 90% അല്ലെങ്കിൽ ഒരു 80-85% ആൾക്കാരെ എനിക്കറിയാം. സോ
എല്ലാരും പെണ്ണ് കാണൽ എന്ന് പറഞ്ഞ ഇവിടെ ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പൊ മിക്ക ആൾക്കാരും വന്നായിരുന്നു. അതുകൊണ്ട് എല്ലാരെയും കണ്ട് എനിക്ക് മുഖം അറിയാം എല്ലാവരുടെയും. ഇപ്പൊ കുറച്ചായി അവരെല്ലാരെയും കണ്ടിട്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു എനിക്ക് എല്ലാവരുടെയും പേരും അത് ഇതെല്ലാം ഓർമ്മയുണ്ടെന്ന്. പിന്നെ എനിക്ക് തോന്നുന്നു ആൾക്കാർ എന്നോട് പറയാണ്ടിരുന്ന ഒരു കാര്യം ഇപ്പം ഞാൻ എന്റെ വീട്ടിൽ നിൽക്കാൻ നേരത്ത് ഞാനാണെങ്കിൽ നിക്കറും ടീഷർട്ടും അല്ലെങ്കിൽ എന്താ നമ്മള് നമ്മുടെ സ്വന്തം വീട്ടിൽ നിൽക്കാൻ നേരത്ത് ഇടുന്ന ടൈപ്പ് ഓഫ് ഉടുപ്പൊക്കെ മാത്രമേ എന്റെ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. ഇപ്പം കല്യാണം കഴിച്ച് കുറച്ച് ദിവസം സൗരന്റെ വീട്ടിൽ നിക്കണോന്നൊക്കെ പറയുന്ന നേരത്ത് അടുത്തത് കല്യാണപ്പെണ്ണ് എന്താ കല്യാണം കഴിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് കല്യാണപ്പെണ്ണിന് എന്താ നിക്കറും ഷർട്ടും ഇങ്ങനൊന്നും നമുക്ക് ചെയ്തിരിക്കാൻ പറ്റത്തില്ലല്ലോ. സോ അതൊക്കെ ഓർക്കാൻ നേരത്ത് എന്റെ ദൈവമേ ഞാൻ എത്ര ഉടുപ്പ് വാങ്ങണം, എത്ര സാരി വാങ്ങണം, എത്ര ചുരിദാർ വാങ്ങണം, എത്ര വീട്ടിലിടുന്ന ടൈപ്പ് റെഗുലർ ഇങ്ങനെ കുർത്തി ടൈപ്പ് ഇങ്ങനത്തെ ഒക്കെ വാങ്ങണം. ദൈവമേ ഇതൊക്കെ ആലോചിച്ചാണ് എനിക്ക് സത്യം പറഞ്ഞ ടെൻഷൻ. അതുകൊണ്ട് എന്താ കഴിഞ്ഞ ആഴ്ച മൊത്തം ഞാനും അമ്മയും കൂടെ കടകളൊട്ട് കടകളെല്ലാം പോയി കുറെ ചുരിദാർ വാങ്ങി വെച്ചിട്ടുണ്ട്. ചുരിദാർ ആ സമയം കണ്ട് ഇഷ്ടമായി വീട്ടിൽ കൊണ്ടുവരും. എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കാൻ നേരത്തെ എനിക്ക് സത്യത്തിൽ ഒരു ചുരിദാറും ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കറിയത്തില്ല ഇതൊക്കെ എല്ലാവരുടെയും എന്താ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണോ എന്ന്. പക്ഷെ ഞാനാണെങ്കിൽ കുറച്ച് ചുരിദാർ വാങ്ങിയ ഇവിടെ എന്റെ വീട്ടിൽ ഹൽദിയുടെ ഫംഗ്ഷൻ ഉണ്ട്. ഹൽദിക്ക് ഞാനാണെങ്കിൽ ഒരു ഡ്രസ്സ് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വരാൻ നേരത്ത് വാങ്ങിയിട്ട് പോയത്. ഇപ്പോഴെനിക്ക് ആ ഡ്രസ്സ് ഇഷ്ടമല്ല. ഐ ഡോ നോ വാട്ട് ടു ഡു. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. പിന്നെന്താ പിന്നെ കല്യാണ ചെലവ്. എന്റെ ദൈവമേ എന്ത് ചെലവാ. ലൈക്ക് ഐ എം നോട്ട് കംപ്ലൈനിങ്, ഡോണ്ട് ഗെറ്റ് മീ റോങ്, ഐ എം നോട്ട് കംപ്ലൈനിങ്. പക്ഷെ എന്നാലും സത്യം പറഞ്ഞോണ്ടല്ലോ ഞാൻ ഇതിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. ഓക്കെ കല്യാണം വരാൻ നേരത്തൊക്കെ ഒരു നല്ല എമൗണ്ട് സ്പെൻഡ് ചെയ്യണമെന്ന് എനിക്കറിയാം. പക്ഷെ ലൈക്ക് ഇത്രയും എമൗണ്ടോ? ഇതിപ്പം ഞങ്ങളാണെങ്കിൽ വീട്ടിൽ ഹൽദി വെക്കുന്നുണ്ട്. അപ്പം ഹൽദി അതിന്റെ കുറച്ച് ഡെക്കോർ വർക്ക്, കുറച്ച് ആൾക്കാർ 10-30 ആൾക്കാരൊക്കെ വരത്തുള്ളൂ എന്ന് തോന്നുന്നു. ലൈക്ക് എന്റെ സൈഡിൽ നിന്നും സൗരന്റെ സൈഡിൽ നിന്നും ഒക്കെ ചെലവ്. പിന്നെ കല്യാണം എക്സ്പെൻസസ് എന്ന് പറഞ്ഞ ചിലതില്ലേ, കുറെ ചടങ്ങുകളുടെ എക്സ്പെൻസസ്. പിന്നെ എന്റെ ദൈവമേ കല്യാണത്തിന്റെ മണ്ഡപം അതിന് ചെലവ്, കല്യാണത്തിന്റെ ഡെക്കോർ അതിന് ചെലവ്, പിന്നെ ഉടുപ്പ് അതിന് ചെലവ്, പിന്നെ റിസപ്ഷന്റെ എന്താ സ്ഥലം അതിന്റെ ചെലവ്, റിസപ്ഷന്റെ ഫുഡ് അതിന്റെ ചെലവ്, കല്യാണത്തിന്റെ ഫുഡ് അതിന്റെ ചെലവ്. എന്റെ ദൈവമേ ചെലവ്. ഇതൊക്കെ എന്നോട് ആൾക്കാര് നേരത്തെ എല്ലാം പറഞ്ഞായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതൊക്കെ ആൾക്കാര് എന്താ പറയാ, ലൈക്ക് ഇതൊന്നും നമുക്ക് എനിക്ക് ഐ ഗെറ്റ് ഇറ്റ്, ലൈക്ക് ഇതൊന്നും എക്സാക്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്ക് തന്നെ ലൈക്ക് എത്ര എന്ന് ഇപ്പൊ സത്യത്തിൽ പറയാൻ പറ്റത്തില്ല. മേ ബി സൗരനോടും അമ്മയോടും അച്ഛനോടും എല്ലാം ചോദിച്ചിട്ട് മേ ബി ലേറ്റർ ഓൺ ഞാനാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാൻ നോക്കാം. പക്ഷെ എന്റെ ദൈവമേ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ കല്യാണത്തിന്റെ ഡെക്കോർ ഞാനാണെങ്കിൽ കുറെ ആൾക്കാരോട് ചോദിച്ചു. നമുക്കങ്ങനെ ഞാൻ ദുബായി നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്കാണെങ്കിൽ ലൈക്ക് അധികം നാട്ടിലെ ഡെക്കോർ ടീംസ് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷെ ലൈക്ക് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കുറച്ച് എന്റെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് ചെയ്തതും അങ്ങനെയൊക്കെയെന്ന് പറഞ്ഞ് കുറെ ആൾക്കാരോട് ഞാൻ സംസാരിച്ചു. അപ്പൊ എല്ലാരും പറയുന്നത് ഡെക്കോറിന്റെ തുടക്കം മണ്ഡപം അതൊന്നും അല്ല, അതൊക്കെ സെപ്പറേറ്റ്. അത് കഴിഞ്ഞ് ഡെക്കോറിന്റെ തുടക്കം, ഡെക്കോറും പിന്നെ ഈ ഒരുക്ക ഐറ്റംസും അതിന്റെ എല്ലാം തുടക്കം സ്റ്റാർട്ടിങ് പാക്കേജ് എന്ന് പറയുന്നത് 5 lakhs. ഐ ഡോണ്ട് നോ എത്ര പേർക്കാണ് ഇത് ടു മച്ച്, അല്ലെങ്കിൽ ഇത് എത്ര പേർക്കാണ് ടു ലെസ്, അല്ലെങ്കിൽ എത്ര പേർക്ക് സംവെയർ ഇൻ ബിറ്റ്വീൻ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഫോർ മീ ഓണസ്റ്റ്ലി ഒരു സ്റ്റാർട്ടർ പാക്ക് 5 lakh എന്ന് പറയുമ്പോൾ ലൈക്ക് ഐ ഫൈൻഡ് ഇറ്റ് എ ലിറ്റിൽ ടു മച്ച് ഇഫ് ഐ ബി എക്സ്ട്രീംലി ഓണസ്റ്റ്. കാരണം ഒബ്വിയസ്ലി ലൈക്ക് സ്റ്റാർട്ടർ പാക്കേജ് എന്ന് പറയുന്ന നേരത്തിൽ ലൈക്ക് അവരുടെ ഒരു ഡിസൈൻ ഉള്ളി വെച്ച് ലൈക്ക് ഇങ്ങനത്തെ ഒരു രീതി അവര് കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ അവര് റെഗുലർ ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന അതാണ് അതിനെ കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷെ ലൈക്ക് എനിക്ക് എന്റെ കല്യാണത്തിനെ കുറിച്ച് സർട്ടൺ എക്സ്പെക്ടേഷൻ ഉണ്ട്. അല്ലെങ്കിൽ സൗരു, ഇത് എന്റെ മാത്രം കല്യാണമല്ല, സൗരുവിന്റെ കല്യാണം. അപ്പം സൗരനും സർട്ടൺ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ എക്സ്പെക്ടേഷൻസിനെ കുറിച്ചെല്ലാം ഡെക്കോർ ടീമിനോട് പറഞ്ഞിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഓരോന്നൊക്കെ സംസാരിച്ച് എന്റെ ദൈവമേ അത് ആ പൈസ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്വർണം വാങ്ങി കൊണ്ട് എന്തെങ്കിലും ചെയ്യാം. പക്ഷെ nobody told me that it would be this much. പക്ഷെ അത് പിന്നെ മണ്ഡപം ഓൾമോസ്റ്റ് ഈ ഡെക്കോറിന്റെ പ്രൈസ് തന്നെയാണ് മണ്ഡപത്തിന്റെ പ്രൈസ്. മൈ ഗോഡ്, എല്ലാം കൊണ്ടും ഇറ്റ്സ് ആക്ച്വലി. പിന്നെ ഈ പോക്ക് വരവ്, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് ഇപ്പൊ ബ്ലൗസ് തയ്ക്കാനായിട്ട് വന്നു. പക്ഷെ എന്നാലും ഇറ്റ്സ് ആൻ എക്സ്പെൻസ്.
വെൻ യു തിങ്ക് അബൌട്ട് ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ്. എനിക്കൊക്കെ സ്റ്റാഫ് ട്രാവൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ടിക്കറ്റ്സ് ഒക്കെ കിട്ടും, ശരിയാണ്. പക്ഷെ എന്നാലും ലൈക്ക് നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ്സ് ഒക്കെ മിക്ക സമയം ഫുൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റാഫ് ടിക്കറ്റിനെക്കാട്ടിലും എല്ലാ പ്രാവശ്യവും എനിക്ക് സ്റ്റാഫ് ടിക്കറ്റ് തന്നെ കിട്ടത്തില്ല. മിക്ക സമയം ഞാൻ തന്നെ എന്റെ കയ്യിൽ നിന്ന് ഫുൾ ഫെയർ ഇട്ട് പോക്കറ്റിൽ നിന്ന് കൊടുത്തു പോകണം. സ്റ്റാഫ് ടിക്കറ്റ് ഒക്കെ കിട്ടുന്നത് വെൻ വി ഗോ ലൈക്ക് വേറെ എന്തെങ്കിലും ഡെസ്റ്റിനേഷൻ. പക്ഷെ ഇന്ത്യൻ ഫ്ലൈറ്റ്സ് ആർ ഓൾവേസ് ഫുൾ, അല്ലെങ്കിൽ ഇന്ത്യൻ സെക്ടേഴ്സ് ആർ ഓൾവേസ് ഫുൾ. ഇങ്ങോട്ട് വരാൻ നേരത്ത് എനിക്ക് സ്റ്റാഫ് ടിക്കറ്റ് കിട്ടി. കാരണം ഇപ്പം ഓഫ് സീസൺ ആയതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ നേരത്ത് എനിക്ക് ടിക്കറ്റ് കിട്ടി. പക്ഷെ അങ്ങോട്ട് പോകുന്ന നേരത്ത് ഭയങ്കര റേറ്റ് കാണിക്കുന്നത്. സോ ലൈക്ക് ഈ കല്യാണത്തിന്റെ ഭാഗമായിട്ടുള്ള എക്സ്പെൻസ് ആണ്. ഇനി സ്വർണം വാങ്ങണം. സോ ഐ ഡോണ്ട് നോ ഇത്രയും കോസ്റ്റ്ലി ആണ് ഒരു കല്യാണം എന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, സച്ച് ഇസ് ലൈഫ് ഐ ഗസ്. ഇതൊക്കെയാണ് ഇപ്പൊ എന്റെ തലയിലുള്ള ഒരു ടെൻഷൻ എന്ന് സത്യം പറഞ്ഞു. ഇപ്പം ഞാൻ ഡ്രസ്സ് വാങ്ങി, ഇപ്പം ഓൾറെഡി ഞാൻ കുറെ ഡ്രസ്സ് വാങ്ങി. പക്ഷെ ആ ഡ്രസ്സൊന്നും എനിക്കിപ്പോ ഇഷ്ടമല്ല. ഇപ്പൊ ഹൽദിയുടെ ഡ്രസ്സ് ഞാൻ മാറ്റണം. ഇനി എനിക്ക് വീട്ടിലിടാൻ കുറച്ച് ചുരിദാറുകളൊക്കെ ഞാൻ വാങ്ങി. പക്ഷെ പുറത്ത് കൊണ്ടുപോകാനുള്ള ചുരിദാറുകളൊന്നും എനിക്കില്ല. അത് വാങ്ങണം. പിന്നെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങളുണ്ട്. ക്യാമറ നോക്കി ഇതൊക്കെ പറയാൻ നേരത്തെ ഒരു സുഖം, മനസ്സിലെ ഒരു ഭാരം ഇറങ്ങി വെച്ച പോലെ. പക്ഷേ I think it is what it is, right? Guys, so that's pretty much it. എന്റെ സംസാരം കഴിഞ്ഞു. If you guys made it this far, thank you for watching. I'll see you on my next video. Till then, bye.